പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. News 18 big breaking. But since the state does not welcome, we see that we shall not do it. Nothing more to comment. കേരളത്തിന് മുന്നിൽ കീഴടങ്ങി മിസോറാം. ലോട്ടറി വിൽപ്പനയുമായി കേരളത്തിലേക്കില്ല. മിസോറാം ധനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18നോട്. നന്ദി അറിയിച്ച് കേരളം. സർക്കാർ നിലപാടിന്റെ വിജയമെന്ന് മന്ത്രി തോമസ് ഐസക്. മുഖ്യമന്ത്രിയെ വിളിച്ചുവരുത്തി ട്വീറ്റ് ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ CPM. ഗവർണറുടെ പ്രസ്താവന ജനാധിപത്യ വിരുദ്ധമെന്ന് കോടിയേരി. ഗവർണറെ വിമർശിച്ചും പിണറായിയെ പരിഹസിച്ചും കാനം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കണമെന്ന് RSS. വിരട്ടേണ്ടെന്ന് കോടിയേരി. രാഷ്ട്രപതി ഭരണത്തിന്റെ ആവശ്യമില്ലെന്ന് രമേശ് ചെന്നിത്തല. ഹാദിയ കേസ് ഗൗരവമുള്ളതെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ ഗൗരവതരം. നിലപാടറിയിക്കാൻ NIAക്ക് നിർദ്ദേശം. IS സംശയത്തിന്റെ പേരിൽ ആലപ്പുഴയിലും കോയമ്പത്തൂരും NIA റെയ്ഡ്. ഫോണുകളും DVDയും പിടിച്ചെടുത്തു. അബ്ദുൽ നാസർ മദനി മറ്റന്നാൾ കേരളത്തിൽ. മദനിയുടെ സുരക്ഷാ ചെലവ് വെട്ടിച്ചുരുക്കി കർണാടക സർക്കാർ. പുതിയ തുക 1,18,000 രൂപ. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കണമെന്ന മദനിയുടെ ആവശ്യം കോടതി തള്ളി. മരണ സർട്ടിഫിക്കറ്റിനും ഇനി ആധാർ. ഉത്തരവ് ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. ചരിത്രത്തിലാദ്യമായി രാജ്യസഭയിലെ ഒറ്റക്കക്ഷിയായി BJP. But it's a great mark and Bolt is celebrating and the world champion comes back again for another world champion. ലോക അത്ലറ്റിക് മീറ്റിന് മണിക്കൂറുകൾ മാത്രം. ട്രാക്കിനോട് വിട ചൊല്ലാൻ മോഫറ. ഉസൈൻ ബോൾട്ടിനും വിടവാങ്ങൽ വേദി. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ മികച്ച നിലയിൽ. രാഷ്ട്രീയ വിമർശനം ഏറ്റുവാങ്ങി ഗവർണറുടെ ട്വീറ്റ്. മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ചുവരുത്തിയതിനെ വിമർശിച്ച് ഇടത് വലത് നേതാക്കൾ. ഗവർണറുടേത് ശരിയായ നടപടിയായില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. മുഖ്യമന്ത്രിയെ വിളിപ്പിച്ച ഗവർണറുടെ നടപടി ന്യായീകരിക്കുന്ന നിലപാടാണ് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച ഗൗരവപൂർണവും സൗഹാർദ്ദപരവുമായിരുന്നുവെന്ന് കോടിയേരി പറഞ്ഞു. എന്നാൽ അതിനുശേഷം മുഖ്യമന്ത്രിയെ രാജ്ഭവനിൽ സമൻ ചെയ്തെന്ന് ഗവർണർ ട്വീറ്റ് ചെയ്തത് ശരിയായില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ന് ഗവർണറും കേരള ഗവൺമെന്റും തമ്മിൽ നല്ല തരത്തിലുള്ള ബന്ധമാണുള്ളത്. ആ ബന്ധം തകർക്കണമെന്ന് BJP ചിലർ ഉദ്ദേശിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ ഗവർണർ നടപടി തെറ്റെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പറഞ്ഞു. മുഖ്യമന്ത്രിയെ വിളി കേൾക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി അവിടെ ചെല്ലുക, അനുസരണയുള്ള കുട്ടിയെപ്പോലെ ഗവർണറോട് പെരുമാറുക, നല്ലതാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഭരണഘടന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചല്ല. ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ നടപടി ശരിയായില്ലെന്ന് പ്രതിപക്ഷ നേതാവും അഭിപ്രായപ്പെട്ടു. അങ്ങനെ സമൺ ചെയ്ത നടപടി ഒരിക്കലും ശരിയല്ല. സമൺ ചെയ്തപ്പോൾ പോയ മുഖ്യമന്ത്രിയുടെ നടപടിയും ഒരിക്കലും ശരിയല്ല. കേരളത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ഗവർണർ വിവരം ആരാഞ്ഞതിൽ തെറ്റില്ലെന്നായിരുന്നു സ്പീക്കർ P. ശ്രീരാമകൃഷ്ണന്റെ പ്രതികരണം. അതൊക്കെ വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദപരമായ ബന്ധത്തിൻ്റെ കൂടി പ്രശ്നമാണ്. അത് ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിൻ്റെ മുകളിലുള്ള അധികാരപ്രയോഗമായിട്ട് കാണേണ്ടതില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് കേന്ദ്രം ആലോചിക്കണമെന്ന് RSS. ഗവർണറിൽ നിന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടണമെന്ന് RSS നേതാവ് ദത്താത്രേയ ഹൊസബലെ ആവശ്യപ്പെട്ടു. ഓലപ്പാമ്പ് കാട്ടി ഇടതുപക്ഷത്തെ പേടിപ്പിക്കേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചടിച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന്റെ ആവശ്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. राज्यपाल ने वहां समन किया है और कल देश के वित्त मंत्री वहां जा रहे हैं, तो ये इन सबके विषय देखकर वहां के राज्य सरकार को रखना चाहिए, नहीं रखना चाहिए. കേന്ദ്ര ഗവൺമെന്റിനെ സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കഴിയുമെങ്കിൽ അവർ പിരിച്ചുവിടട്ടെ. അവരുടെ കയ്യിൽ അധികാരമുണ്ടല്ലോ. നിയമസഭയിലേക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തട്ടെ. 6 മാസം കൂടുമ്പോൾ നടത്തുമല്ലോ. ആ സമയത്ത് ഇപ്പോൾ BJPക്ക് ഒരു സീറ്റുള്ളത് പോലും നഷ്ടമാവും. ജനപിന്തുണ ഞങ്ങൾക്കുള്ളിടത്തോളം കാലം ഞങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഡാസിനെയൊന്നും ഭയപ്പെടാൻ പോകുന്നില്ല. ഗവർണർ ഭരണം ഏർപ്പെടുത്തേണ്ട യാതൊരു കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ട ഒരാവശ്യകത ഇപ്പോൾ നിലവിലില്ല.
ഏതായാലും ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ നടപടി, അതേ തുടർന്ന് അദ്ദേഹം നടത്തിയ ട്വീറ്റ്, അദ്ദേഹം നടത്തിയ പ്രസ്താവന, അതും കടന്ന് ഒരു പുതിയ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക്, സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടണം എന്ന് പരസ്യമായി പറയുന്നതിലേക്ക് RSS എത്തുന്നു. അതേക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കണം എന്ന് പറയുന്ന നിലയിലേക്ക് എത്തുന്നു. മറുഭാഗത്താകട്ടെ ഇപ്പോൾ CPM-ഉം CPI-യും ഗവർണറുടെ ആ നടപടി ജനാധിപത്യ വിരുദ്ധമാണ് എന്ന നിലപാടിലേക്ക് വരുന്നു. ഗവർണറെ കോൺഗ്രസും UDF-ഉം വിമർശിക്കുന്നു, അതേസമയം മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നു. ഇതാണിതിൻ്റെ രാഷ്ട്രീയപരമായ ഒരു വളർച്ച, ഗവർണറുടെ അന്നത്തെ നടപടിയുടെ തുടർച്ചയിൽ സംഭവിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPI നേതാവ് ശ്രീ ബിനോയ് വിശ്വം, കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴക്കൻ, BJP നേതാവ് ശ്രീ VV രാജേഷ്, പിന്നാലെ CPM നേതാവ് ശ്രീ KN ബാലഗോപാലും ചർച്ചയിലേക്ക് വരും. ശ്രീ ബിനോയ് വിശ്വം, പക്ഷേ കാനം രാജേന്ദ്രൻ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഗവർണർ വിളിക്കുന്നു, ഗവർണറാണ് വിളിക്കുന്നത് എന്നതുകൊണ്ട് ഉടനടി മുഖ്യമന്ത്രി പോകുന്നു. ആ വിശാല മനസ്കതയും ഗവർണർ തുടർന്ന് നടത്തിയ ട്വീറ്റിലൂടെ നടത്തിയ പ്രസ്താവനയും ഒരേ മട്ടിൽ കാണുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പരാമർശമാണ് കാനത്തിൽ നിന്ന് വന്നത്. ഉദാഹരണത്തിന് നല്ലൊരു പരിഹാസം കാനം കൊടുത്തിട്ടുണ്ട് പിണറായിക്ക്. ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ വിളിച്ച ഉടനെ അങ്ങ് ചെല്ലുന്ന പിണറായി മുഖ്യമന്ത്രി നല്ലത് തന്നെ എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം വല്ലാത്ത അർത്ഥമാണ്. ആ നിലയിൽ ഒരു താരതമ്യം ഉചിതമാണോ ഇക്കാര്യത്തിൽ CPIയുടെ ഭാഗത്തു നിന്നും? ഇവിടെ പ്രശ്നം ഒരു രാഷ്ട്രീയമാണ്. ഒരു ഗൗരവപ്പെട്ട രാഷ്ട്രീയ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ വഴിമാറ്റി കൊണ്ടുപോകേണ്ടതില്ല. ആ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം ഒരു ഗവർണർക്ക് എവിടെ വരെ പോകാം, എന്തൊക്കെ ചെയ്യാം. ഗവർണർ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാപരമായ ഭരണത്തലവനാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും കൃത്യമായ പരിമിതിയുണ്ട് ആ എല്ലാ പ്രഖ്യാപനങ്ങൾക്കും. ഗവർണർ സർവാധികാരിയൊന്നുമല്ല. ഗവർണറുടെ എല്ലാ അധികാരങ്ങളും പ്രയോഗിക്കേണ്ടത് ഓൺലി അറ്റ് ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രം പ്രവർത്തിക്കാൻ അധികാരമുള്ള ഒരു ഗവർണർ, അദ്ദേഹത്തിന് സാങ്കേതികമായി ഭരണത്തലവൻ എന്ന് പറയുന്നൊരു പേരുണ്ടെന്ന ന്യായത്തിൽ എന്തും ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നില്ല. അതതിൻ്റെ നിയമപരമായ പ്രശ്നം. രാഷ്ട്രീയ പ്രശ്നം എന്താണ്? കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ വേണ്ടി അധികാരത്തിൻ്റെ ധാഷ്ട്യം പൂണ്ട ഭ്രാന്ത് പിടിച്ച RSS-ഉം BJP-യും വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഈ സർക്കാർ ഭരിക്കേണ്ട എന്ന് RSS-ഉം BJP-യും കൂടെ തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി വേണ്ടതൊക്കെ ചെയ്യണമെന്ന് അവരിൽ ചില ആളുകൾ പരസ്യമായി പറയുമ്പോൾ ഗവർണർ ട്വീറ്റ് ചെയ്തിരിക്കുന്നു, ദാറ്റ് ഐ ഹാവ് സമൺ ദ ചീഫ് മിനിസ്റ്റർ എന്ന്. ആ ട്വീറ്റിൻ്റെ ഭാഷയും ആ നിലപാടും ആ മനോഭാവവും ശരി, അതിൻ്റെ പുറകെ രാഷ്ട്രീയവും എല്ലാമാണ് ചർച്ചാ വിഷയം. തീർച്ചയായും ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ ബിനോയ് വിശ്വം. തീർച്ചയായും ആ വിമർശനം മനസ്സിലാകുന്നുണ്ട്. ഭരണഘടനാപരവും രാഷ്ട്രീയവുമായ വിമർശനങ്ങൾ, തെറ്റുകൾ, അരുതായ്മകൾ ഉണ്ട് ഗവർണറുടെ നടപടിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ വിളിച്ചപ്പോൾ ഉടനെ പോയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? കാനം ഇന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണ്? അതിലും ഒരു പിശക് സംഭവിച്ചു എന്നല്ലേ കാനം പറഞ്ഞതിൻ്റെ നല്ല മലയാളം? അല്ല ഞാനിപ്പോൾ അതിനപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനെ കുറിച്ച് മാത്രമേ ചോദിച്ചുള്ളൂ ശ്രീ ബിനോയ് വിശ്വം. സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ശ്രീ ബിനോയ് വിശ്വം, ഞാൻ ഏതെങ്കിലും ഒരാളുടെ പ്രസ്താവനയെ കുറിച്ചല്ല ശ്രീ ബിനോയ് വിശ്വം ചോദിച്ചത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ഗവർണർ വിളിച്ചപ്പോൾ നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ പോയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകരുതായിരുന്നു, രാഷ്ട്രീയമായി താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഉൾക്കാഴ്ചയോടെ ഫൈറ്റ് ചെയ്യണമായിരുന്നു എന്നാണോ കാനം ഉദ്ദേശിച്ചത്? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൻ്റെ രാഷ്ട്രീയാർത്ഥം എന്താണ് മുഖ്യമന്ത്രിയുടെ നടപടിയെക്കുറിച്ച്? ശരത്തെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എൻ്റെ ഒന്നാമത്തെ വാചകം തന്നെ ശരത്ത് മറന്നുപോയി. ഞാനെന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഈ ചർച്ച എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? അത് മനസ്സിലായി. ഈ ചർച്ച അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ പാകത്തിന് ഫോക്കസ് വഴിമാറ്റിയതിൽ ഒരു കോൺട്രിബ്യൂഷൻ കാനത്തിനുണ്ടോ? നമുക്കതിലേക്ക് വരാം, പ്രശ്നങ്ങളിലേക്കാണ്. ശ്രീ ബിനോയ് വിശ്വം, അങ്ങനെ ഫോക്കസിനെ വഴിമാറ്റിയതിൽ ഒരു സംഭാവന എന്നേക്കാൾ മുമ്പേ കാനത്തിനുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? ഇല്ല. കാനം വളരെ പരിപക്വതയുള്ള രാഷ്ട്രീയ നേതാവാണ്.
അദ്ദേഹത്തിന് അറിയാം രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഇതിലെ മുഖ്യമായ വിഷയം അത് മനസ്സിലായി. ശ്രീ ബിനോയ് വിശ്വം, ഞാൻ ബിനോയ് വിശ്വത്തോട് ഒറ്റ കാര്യം കൂടി, എനിക്ക് മറ്റുള്ളവരിലേക്ക് പോകണം. ശ്രീ ബിനോയ് വിശ്വം, ഇതൊന്നും മനസ്സിലാകാത്തയാളല്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വളരെ കർക്കശമായ നിലപാടുകൾ ഏത് ഘട്ടത്തിലും ഉറപ്പോടെ സ്വീകരിക്കുന്ന അദ്ദേഹം ഗവർണർ വിളിക്കുമ്പോൾ പോകുന്നു. അത് അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ പെരുമാറേണ്ട ഒരു വിഷയമല്ല എന്നാണോ ശ്രീ ബിനോയ് വിശ്വവും കാണുന്നത്? അതിൻ്റെ രാഷ്ട്രീയം, ഭരണഘടനാപരമായ ഉത്തരവാദിത്വം, ആ പരിധികൾ വിട്ടുള്ള പ്രവർത്തനമുണ്ടോ? ഇതൊക്കെ മുഖ്യമന്ത്രി പരിശോധിക്കേണ്ടതായിരുന്നോ? മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയിട്ടില്ല. ശേഷം അതേക്കുറിച്ച് ശരത്ത്, ഏത് പ്രവൃത്തിയും കാണേണ്ടത് ശൂന്യതയിൽ വെച്ചല്ല. ശൂന്യതയിലല്ല രാഷ്ട്രീയം നടക്കുന്നത്. രാഷ്ട്രീയം നടക്കുന്നത് ഒരു ഗീവൺ കണ്ടസ്റ്റിലാണ്. നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയുള്ള ഒരു ഗൗരവമേറിയ വിഷയം ഉന്നയിക്കപ്പെടുന്ന വേളയിൽ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പകപോക്കലുമായിട്ട് RSSും BJP രംഗത്ത് വരുന്ന വേളയിൽ ഗവർണറുടെ നിലപാടും നയങ്ങളും ട്വീറ്റുമെല്ലാം പരിശോധിക്കപ്പെടേണ്ടത്. തീർച്ചയായും അങ്ങനെ നോക്കിയാൽ മുഖ്യമന്ത്രി ചെയ്തത് നന്നായി, മുഖ്യമന്ത്രി കാണിച്ച ആ ഔചിത്യം നന്നായി എന്നല്ലേ ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞു വരുന്നത്? അല്ല, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഒരു വാദമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ സംസ്ഥാനത്തെ ഗവൺമെൻറ് ക്രമസമാധാന പാലനത്തിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ആ രാത്രി ഇരുണ്ട് വെളുക്കും മുമ്പ് കുറ്റക്കാരെല്ലാം പിടികൂടിയ ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും അഭിമാനപൂർവ്വം LDF ഗവൺമെൻറ്റിൻ്റെ നേതാവിനെ പോലെ തന്നെ ആ കാര്യം പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, ഔചിത്യ ദീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ ഗവർണർ എന്ന് പറയുന്ന ആൾ. ഗവർണറെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ഗവർണർ ഇപ്പോൾ മാത്രമല്ല, പലപ്പോഴും ഗവർണർ ഇവിടെ നിന്നല്ല പല സ്ഥലങ്ങളിലും പെരുമാറിയിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ ഏജന്റായിട്ടാണ്. അങ്ങനെയല്ല പെരുമാറേണ്ടത്. തീർച്ചയായും അത് എല്ലാ കാലവും ഉയരുന്നൊരു ഗൗരവപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഏത് ഗവർണറുടെ മേലും ഉണ്ടാക്കാൻ തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, മാത്രമല്ല ഗവർണർ പദവി ഒന്ന് ഒറ്റ വാക്ക്, ഒരു വചനം കൂടെ പറയട്ടെ. ഗവർണർ പദവി ജനാധിപത്യ ഇന്ത്യയുടെ, ഫെഡറൽ ഇന്ത്യയുടെ പുരോഗതിക്കും നന്മയ്ക്കും മുന്നോട്ടുള്ള പോക്കിനും ആവശ്യമാണോ എന്ന ചോദ്യം വരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടമാണത്. തീർച്ചയായും ഇന്ന് ഫേസ്ബുക്കിലൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതേ ചോദ്യം ശ്രീ ബിനോയ് വിശ്വം, ഇതേ ചോദ്യം ഒരു പ്രേക്ഷകൻ, ഒരു സുഹൃത്ത് ചോദിച്ചു. ഗവർണർ പദവി ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം തന്നെ ഒരു പ്രേക്ഷകൻ ഇതാണ് ചർച്ച ചെയ്യുന്നത് എന്ന് വന്ന ഘട്ടത്തിൽ ഒരു ചോദ്യം ഉയർന്നില്ല. ഞാൻ ഒന്ന് സാന്ദർഭികമായി റൈറ്റ്. ശ്രീ ജോസഫ് വാഴക്കൻ, അല്പം ഗവർണർ ഇതിലൊരു ഔചിത്യമൊക്കെ വേണം. ആ നിലയിൽ ഒരു അല്പം അനുസരണ പിണറായി വിജയൻ കാട്ടിയതിലൊന്നും അത്ര വലിയ പിശകൊന്നും ശ്രീ ബിനോയ് വിശ്വം കാണുന്നില്ല. അത് അദ്ദേഹം ആ രൂപത്തിലൊക്കെ അവതരിപ്പിച്ചു വെക്കുകയും ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഉള്ള വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ, യാതൊരു സംശയവും വേണ്ട. വളരെ കർക്കശമായ നിലപാടുകൾ, അത് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ യാതൊരു മടിയില്ലാത്തയാൾ. പക്ഷേ ഈ കാര്യത്തിൽ ഗവർണർ വിളിച്ചപ്പോൾ ആ ഭരണഘടനാപരമായ അതിർവരമ്പുകളൊന്നും നോക്കാതെ ഔചിത്യത്തോടെ ആ വിളിയെ സ്വീകരിച്ച മുഖ്യമന്ത്രിയോട് ഗവർണർ പിന്നീട് ട്വീറ്റ് ചെയ്തതാണല്ലോ ഇപ്പോൾ വലിയ വിഷയമായത്. അതിൻ്റെ ആ ഭാഗത്ത് മുഖ്യമന്ത്രിയോടുള്ളൊരു സമീപനം എങ്ങനെയാണ്? മുഖ്യമന്ത്രിക്ക് അബദ്ധം പിണഞ്ഞോ? ഇതിലൊരു രാഷ്ട്രീയമായ പിശക് സംഭവിച്ചതുകൊണ്ടാണോ CPMനും CPIക്കും ഇന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണെങ്കിലും ഗവർണറോട് അതൃപ്തി പ്രകടിപ്പിക്കേണ്ടി വന്നത്? ജോസഫ് വാഴക്കൻ. ഇതിനകത്ത് ശ്രീ കാനൻ രാജേന്ദ്രൻ്റെ വിലയിരുത്തൽ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചപ്പോൾ വളരെ അനുസരണയുള്ളൊരു കുട്ടിയായി അവിടെ പോയിരുന്നു. അത് പറയുന്നത് മുഴുവൻ കേട്ടു. പിറ്റേന്ന് രാവിലെ RSSകാരുമായിട്ട് വിളിച്ച് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തോണമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ RSSകാരെ വിളിച്ചു. RSSകാരെ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു ഇമേജ് ദേശീയ തലത്തിലുണ്ട്. RSSൻ്റെ ഏറ്റവും വലിയ, BJPയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ഇവിടുത്തെ CPMകാരും പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഇമേജ് അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം ഈ RSSുമായിട്ട് റൂമിൽ അടച്ചിട്ട് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് വർത്തമാനം പറയുന്ന ഒരു ഭാഗം പുറത്തു വരരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് കൊണ്ടാണ് അന്ന് മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മുഴുവൻ മാധ്യമങ്ങളെ അടിച്ച് ഓടിച്ചതിന് ശേഷം അദ്ദേഹം റൂമിൽ കയറി കുറ്റിയിട്ടത്. അപ്പോൾ ഇത് ഒക്കെ ഒരു നാടകമാണ്. ശ്രീ പിണറായി വിജയൻ നിങ്ങൾ ഈ പറയുന്നത് പോലെ
അദ്ദേഹം ഈ വാക്കുകളിലൊക്കെ വ്യക്തികളോടൊക്കെ കർക്കശമായ ചില വർത്തമാനങ്ങൾ പറയും, ചില നികൃഷ്ടജീവി എന്നൊക്കെ ബിഷപ്പുമാരെയൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ധീരനാകണം എന്ന് നിർബന്ധമില്ല. അദ്ദേഹം വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, നരേന്ദ്രമോദിയെ ഭയപ്പെടുന്നുണ്ട്, അദ്ദേഹം ഗവർണറെ ഭയപ്പെടുന്നുണ്ട്, ആ ഭരണ സംവിധാനത്തെ ഭയപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിന് ഈ അധികാരം എങ്ങനെയും നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഗവർണർ വിളിച്ച് അദ്ദേഹത്തിന് ഭരണഘടനാപരമായ അധികാരമില്ലെങ്കിൽ പോലും വിളിച്ച് ചെന്നില്ലെങ്കിൽ നാളെ എൻ്റെ സ്ഥിതി എന്താകും എന്നുള്ളതിനെക്കുറിച്ച് പുള്ളിക്കൊരു ഉത്കണ്ഠയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് CPM പിറ്റേ ദിവസം സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോൾ ആ സംസ്ഥാന കമ്മിറ്റിയും അതിനെ ന്യായീകരിക്കുകയും അദ്ദേഹം പോയതിൽ തെറ്റില്ല എന്നുള്ള നിലയിലേക്കുള്ളൊരു വാർത്ത പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നട്ടലുള്ള പ്രധാനമന്ത്രി അല്ല മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലുണ്ട്. പക്ഷേ വാഴക്കൻ അത് പറയുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വാഴക്കൻ CPM-ന്റെ താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പോൾ കാനം പറഞ്ഞതും ഇന്ന് ചെന്നിത്തല പറഞ്ഞതും ഒരേ മട്ടിലാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വന്നത്? ഗവർണർ ചെയ്തതും ശരിയായില്ല, ഗവർണർ വിളിച്ചപ്പോൾ പോയതും ശരിയായില്ല എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതൊരു ഉപമയിലൂടെയാണ് കാനം പറഞ്ഞത്. അർത്ഥം നോക്കിയാൽ ഏതാണ്ട് ഒന്നു തന്നെയാണെന്നാണോ വാഴക്കൻ പറഞ്ഞു വെക്കുന്നത്? ഒന്ന്. രണ്ട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ലേഖനത്തിലൂടെയും വാർത്താ സമ്മേളനത്തിലൂടെയും അത് വളരെ കൃത്യമായി നിഷേധിക്കുന്നു. ഇപ്പോഴും ആ ലൈനുണ്ട്, വിളിച്ചതിൽ പോകുന്നത് ഒരു ഔചിത്യമാണ്, അതിൻ്റെ പരിധികളൊന്നും നോക്കിയല്ല. പക്ഷേ അതേ തുടർന്ന് ഗവർണർ എടുത്ത നടപടിയെ, ട്വീറ്റ് ചെയ്ത നടപടിയെയാണ് CPM എതിർക്കുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമായി പോയി, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു വ്യക്തത പാർട്ടിക്കുണ്ടല്ലോ കാര്യത്തിൽ. ഈ കോടിയേരി ബാലകൃഷ്ണന് എല്ലായ്പ്പോഴും ഈ ദേശാഭിമാനിൽ എഴുതുന്ന ലേഖനം എന്ന് പറയുന്നത് നമുക്കാർക്കും വായിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അത് CPM അണികൾക്ക് നാളെ പറഞ്ഞുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. CPM സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ആ മുഖ്യമന്ത്രി ചെയ്ത കാര്യത്തെ ന്യായീകരിച്ചതിന് ശേഷം ഇന്ന് ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഇതുപോലെ ട്വീറ്റ് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വളരെ തന്ത്രപരമായിട്ടുള്ള CPM മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിൽ RSS-ഉം BJP-യും CPM-ഉം തമ്മിൽ ഈ പറയുന്ന വലിയ തർക്കമൊന്നുമില്ല. ഇതൊക്കെ നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, രണ്ടുപേർക്കും ആവശ്യമാണ് ഈ കലാപങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും. രാഷ്ട്രീയമായ അവരുടെ വളർച്ചയ്ക്ക്, രണ്ടാമത് അവരുടെ കഴിവുകേടുകൾ മറച്ചു വയ്ക്കാൻ, രണ്ട് കാര്യങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ആവശ്യം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വി വി രാജേഷ്, ഇതിൽ 1-2 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഗവർണറുടെ ആ പ്രവൃത്തിയെ രണ്ടായി തന്നെ തിരിച്ചാണ് CPM കാണുന്നത്. വിളിച്ചപ്പോൾ പോയി എന്നതിലൊരു അപാകത കാണുന്നില്ല. കാരണം അതൊരു ഔചിത്യത്തിൻ്റെയും ഭരണപരമായ ഒരു നല്ല ബന്ധത്തിൻ്റെയും, ഗവർണറുമായി നല്ല ബന്ധമാണ് എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഗവർണർ എടുത്ത നടപടി അത് വലിയ നിലയ്ക്ക് വിമർശന വിധേയവുമാണ്. ഒരു മുഖ്യമന്ത്രിയെ സമൺ ചെയ്യാൻ അങ്ങനെ തന്നെ പറഞ്ഞൊരു കുറിപ്പെഴുതാൻ ട്വീറ്റ് ചെയ്യുന്നതിലെ ആ ഉദ്ദേശം അത് ദുരുദ്ദേശമാണ് എന്ന വിമർശനത്തിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, അത്തരം രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട്. അങ്ങനെ അത്തരം ഒരു വിമർശനം ഏറ്റുവാങ്ങേണ്ട ആളാണോ പി സദാശിവത്തെ പോലൊരു ഗവർണർ എന്ന ചോദ്യം പരമപ്രധാനമല്ലേ? ശ്രീ പി സദാശിവത്തെ കേരള ഗവർണർ ആക്കിയപ്പോൾ തന്നെ അതിൻ്റെ പിന്നാലെ ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നല്ലോ. വിവാദങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടാകും, ഇടപെടലുകൾ നടത്തുമ്പോൾ വിവാദം ഉണ്ടാകും. വിവാദം ഉണ്ടാകുമെന്ന് കരുതി ഇടപെടലുകൾ നടത്താതിരിക്കാൻ സാധിക്കുകയില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് ഗവർണർ. ഒരു സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാതെ നോക്കേണ്ടത് ഗവർണറുടെ ചുമതലയാണ്. അതിനുള്ള അധികാരം ഉണ്ടായിട്ടാണല്ലോ അദ്ദേഹം. ബ്രേക്ക് ഡൗൺ ഉണ്ടാകാതെ നോക്കേണ്ടത് 14 പേർ സ്റ്റേറ്റർ അല്ലല്ലോ, ഉണ്ടല്ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗണിലേക്കാണല്ലോ കേരളം പോകുന്നത്. എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം അതൊരു വാദമാണ്, അതൊരു ആക്ഷേപമാണ്. വിശദീകരിക്കാം. സർക്കാർ അത് RSSന്റെ ഒരു ആക്ഷേപമാണ്, റിയാലിറ്റിയാണ്. അത് അതേപടി ഏറ്റെടുക്കേണ്ട ആളാണോ ഗവർണർ? സർക്കാർ അല്ലല്ലോ. ഇനി അഥവാ അങ്ങനെയാണെങ്കിലും ഗവർണർ ഈ പറയുന്നത് പോലെ രാജേഷ് സമൺ CM എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്താൻ ഗവർണർക്ക് ഭരണഘടനാപരമായ അധികാരമുണ്ടോ? സമൺ എന്ന് പറയുന്നത് ലീഗൽ ഭാഷയാണ്. അത് ഇന്ന് അദ്ദേഹം ഇരിക്കുന്ന പദവിയിൽ വെച്ച് നോക്കിയാൽ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള വലിയ വിമർശനം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏത് ആർട്ടിക്കിളിന്റെ ബേസിലാണ് അത് കോൺസ്റ്റിറ്റ്യൂഷനിലെ എഗൻസ്റ്റ് ആണെന്ന് പറയുന്നത്? ഏതിന്റെ ബേസിലാണ്? എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുതയുടെ ബേസിലാണോ ഇത് പറയുന്നത്? അല്ല, ഊഹത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ല വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഞാനും ആ ആംഗിൾ ചർച്ച ചെയ്യാം.
അല്ല, ഏതിലാ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് യാത്രയപ്പ് നൽകുന്ന ഘട്ടത്തിൽ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി പറഞ്ഞ ഒരു പരാമർശമുണ്ട്. സംസ്ഥാനങ്ങളിൽ 2 അധികാര കേന്ദ്രങ്ങൾ പാടില്ല. ഗവർണർമാർ മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകുന്ന നിലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഈ അടുത്ത ദിവസം പറയുന്ന നിലയിലുള്ള വാർത്തകൾ അടക്കമുണ്ട്. ഒരിടത്തും ഗവർണറുടെ വിവേചനാധികാരം പറയുന്നിടത്തും സമൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരാമർശമില്ല. അത് ഹമീദ് അൻസാരിയുടെ സ്പീച്ചാ. അല്ല, ഞാൻ ഉദാഹരിച്ചു എന്ന് മാത്രം. ശരത്, അത് ബഹുമാനപ്പെട്ട ഹമീദ് അൻസാരിയുടെ സ്പീച്ചിന്റെ ഒരു പോർഷനാണ് താങ്കൾ കോട്ട് ചെയ്തത്. ഞാൻ ചോദിച്ചത് ഗവർണർക്ക് അങ്ങനെ അധികാരം ഇല്ല എന്ന് ഏതെങ്കിലും എഴുതപ്പെട്ട രേഖയുണ്ടോ? ഭരണഘടനയുണ്ട്. ശ്രീ പി സദാശിവത്തെ ജസ്റ്റിസ് പി സദാശിവത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാനലിൽ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ എല്ലാവരെക്കാളും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അങ്ങേയറ്റത്ത് അവഗാഹമുള്ള വ്യക്തിയാണ്. യാതൊരു വിവാദവും ഉണ്ടാക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസായി കാലാവധി പൂർത്തിയാക്കി ഗവർണർ സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാം. ഞങ്ങളൊക്കെ തന്നെ ഗവർണറെ കാണാൻ പോകുമ്പോഴേക്കും അദ്ദേഹം സംസാരിക്കുന്നത് ഒരു പൊളിറ്റീഷ്യൻ സംസാരിക്കും പോലെയല്ല, ഒരു അക്കാഡമീഷ്യൻ, ഒരു എമിനന്റ് ജൂറിസ്റ്റ് സംസാരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ഭരണഘടനാപരമായി ഗവർണറാണ്. അദ്ദേഹം ഇന്ന് സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ന്യായാധിപനല്ല, ഈ സംസ്ഥാനത്തിന്റെ ഗവർണറാണ്. രാജേഷ്, ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരവും ചീഫ് ജസ്റ്റിസിന്റെ അധികാരവും രണ്ടാണ്. ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗം അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള വാദമാണ് രാജേഷ് പറഞ്ഞു വരുന്നതെങ്കിൽ അത് മറ്റൊരർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. എവിടെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഗവർണർക്ക് സ്വയം ഞാൻ സമൺ ചെയ്ത് വരുത്തിച്ചിരിക്കുന്നു? സമൺ എന്ന് പറയുന്നതിൻ്റെ ലീഗൽ ടേം വളരെ ഗൗരവമുള്ളതാണ് രാജേഷ്. സമൺ എന്നാൽ ഓർഡർ സംവൺ ടു ബി പ്രസന്റ് എ റിട്ടൺ നോട്ടീസ് ഫോർ എ പേഴ്സൺ ടു അപ്പിയർ ബിഫോർ കോർട്ട്. ആ നിലയിൽ പ്രയോഗിക്കുന്ന ഒരു പദം എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കുക ഏത് സാഹചര്യത്തിലും? അല്ല, സമൺ എന്ന് പറഞ്ഞാൽ അങ്ങ് ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ട. ഭീഷണിപ്പെടുത്തി വിരട്ടി വിളിച്ചു എന്നുള്ള വ്യാഖ്യാനമൊന്നും അങ്ങ് കൊടുക്കേണ്ട. സമൺ ചെയ്തു എന്ന് പറഞ്ഞാൽ വരാൻ വേണ്ടി വിളിച്ചു എന്നുള്ളൊരു വ്യാഖ്യാനം കൊടുത്താൽ മതി. മാത്രവുമല്ല, ജസ്റ്റിസ് പി സദാശിവം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അധികാരം ഇവിടെ പ്രയോഗിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഭാഷാശീലമാണ് ഞാൻ പറഞ്ഞത്. ആ ഭാഷാശീലം ഗവർണർക്ക് ചേർന്നതാണോ? ഉണ്ടായ ഒരു വിജ്ഞാനമുണ്ടല്ലോ, ഒരു അറിവ്. ഇത് അറിവിന്റെ അല്ല, ഭാഷാശീലത്തിന്റെ പ്രശ്നമാണെങ്കിൽ ആ ഭാഷാശീലം അശ്ലീലമുള്ളത്. അശ്ലീലം മാത്രമല്ലല്ലോ പ്രശ്നം, അശ്ലീലം മാത്രമാണ് അപകടം എന്നൊരു ശരത്ത് ഞാൻ ഓരോ പോയിന്റ് ചോദിക്കുമ്പോൾ ശരത്ത് പറയുമ്പോൾ ശരത്ത് ഇടപെടരുത്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് ഇടപെടൂ. ഞാൻ നിർത്തി. അതായത് പി സദാശിവം ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച നിയമ അവഗാഹം, അദ്ദേഹത്തിന് ഭരണഘടനയിൽ ഉണ്ടായ വിജ്ഞാനം, ആ വിജ്ഞാനം ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിയുന്നതിൻ്റെ അന്ന് തീരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലുണ്ട്. ആ വിജ്ഞാനം വെച്ചുകൊണ്ടാണ് തെറ്റല്ലാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തത്. ഇതിലിത്ര ആശങ്കപ്പെടാനോ അപമാനപ്പെടാനോ ഒന്നുമില്ല. ഭരണഘടനാ ലംഘനം ഒരു സംസ്ഥാനത്ത് നടക്കാതെ നോക്കേണ്ട ബാധ്യത ഉള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഗവർണർ മുഖ്യമന്ത്രിയെയും DGPയെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞു. അത് കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്തു. ശ്രീ ബിനോയ് വിശ്വം, ഇത് ആ നിലയ്ക്ക് കണ്ടാൽ മതി എന്ന് പറയുന്ന ലഘുവായി കാണുന്ന ഒരു വിശദീകരണം രാജേഷിന്റെ ഭാഗത്ത് നിന്ന്. ഈ പറയുന്ന മുഖ്യമന്ത്രിയെ സമൺ ചെയ്ത് വിളിച്ചു വരുത്താനുള്ള ഒരു അവകാശം ഭരണഘടനാപരമായി ഗവർണർക്കുണ്ടോ എന്ന ചോദ്യം നിൽക്കുമ്പോൾ തന്നെ ഇന്ന് CPM അതിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചല്ലോ. ആ നടപടിയെ, ട്വീറ്റ് ചെയ്ത നടപടിയെ വിമർശിക്കുന്നു. ചിത്രം സഹിതമാണ് ഗവർണർ അത് വെളിപ്പെടുത്തിയത്. എങ്കിൽ അതിനോട് മുഖ്യമന്ത്രി തന്നെ മുൻപന്തിയിൽ നിന്ന് അതിനുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കണ്ടേ? അത് പറയണ്ടേ? ഗവർണർക്കതാകാമെങ്കിൽ രാഷ്ട്രീയമായ, താങ്കൾ പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയവും ഭരണഘടനാപരവുമായൊക്കെയുള്ള ഒരു തലം ഇതിനുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കാത്തയാളല്ല മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു, പകരം സംസ്ഥാന സെക്രട്ടറി ഇതിലൊരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് വരുന്നത് ഉചിതമാണോ? ഞാൻ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗം വാദിക്കാൻ വേണ്ടി അല്ലല്ലോ. ഞാൻ വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഇതേപ്പറ്റി പറയാനുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയും. അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്, പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്, രാഷ്ട്രീയമുണ്ട്, പരിജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുക. ഇവിടെ രാജേഷ് പറഞ്ഞ കാര്യത്തെപ്പറ്റിക്ക് പ്രതികരിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, രാജേഷ് പറയുവാണ് ജസ്റ്റിസ് സദാശിവം എല്ലാം തികഞ്ഞ ഒരു നിയമജ്ഞനാണ്, അദ്ദേഹം അക്കാഡമിക്കാണ്, അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹം പറയുള്ളൂ. ഞാൻ യോജിക്കുന്നു.
അദ്ദേഹം തീർച്ചയായിട്ടും പ്രകടനപ്രജ്ഞനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് നിശ്ചിത സമയത്ത് ഉപയോഗിക്കേണ്ട ഭാഷയെപ്പറ്റി ഒരു പിടിപാടില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയോടൊരു ഗവർണർക്ക് സൗഹാർദ്ദപരമായ ഒരു ആശയവിനിമയത്തിനുള്ള കൂടിക്കാഴ്ചയാണതെങ്കിൽ, അപ്രകാരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ട ഭാഷയെപ്പറ്റിയും നല്ല വ്യക്തതയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഭാഷ സമൺ എന്ന വാക്കല്ല. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു എന്ന് പറയാം, ഐ മേ ഇൻവൈറ്റ് യു എന്ന് പറയാം. എന്തെല്ലാം നല്ല നല്ല പ്രയോഗമുണ്ട് ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷ് ഒരുപാട് സാധ്യതയുള്ള ഭാഷയാണ്. ആ ഭാഷയിലെ ഏതെങ്കിലുമൊക്കെ പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ പ്രയോഗം വഴിയോ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അന്തസ്സാർന്ന വേദി ഒരുക്കാൻ അറിയാമായിരുന്ന ഒരാളാണ് ജസ്റ്റിസ് സദാശിവം എന്ന് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം ആ എല്ലാ നല്ല ഭാഷയും സമീപനവും ശൈലിയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് സമൺ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു നിശ്ചിത രാഷ്ട്രീയമില്ലേ, ഒരു നിലപാടില്ലേ, ഒരു മനോഭാവമില്ലേ? അതേപ്പറ്റി പറയുമ്പോൾ ഞാൻ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നത് 2001 ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ പ്രവർത്തനങ്ങളുടെ നേട്ട കോട്ടങ്ങൾ വിലയിരുത്താൻ നിയോഗിക്കപ്പെട്ട ആ കമ്മീഷൻ്റെയും തലവൻ സർക്കാരിയായിരുന്നു, ജസ്റ്റിസ് സർക്കാരിയ. അതിലംഗമായിരുന്ന ജസ്റ്റിസ് ജീവൻ റെഡ്ഡി അന്ന് ദീർഘമായ കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഈ ഗവർണർ പദവിയെപ്പറ്റി. ഒരു ഡിസ്കഷന് വേണ്ടി തയ്യാറാക്കിയതാണ് അവരുടെ കമ്മീഷനകത്ത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഗവർണർ ഈ പറയുന്നതെല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഗവർണർ വിൽ ബി ഓൾവേസ് അറ്റ് ദ മേഴ്സി ഓഫ് ദ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി പൊയ്ക്കോളാനും പറഞ്ഞാൽ പോകേണ്ട ഒരാൾ മാത്രമാണ് ഗവർണർ. അല്ലാതെ എല്ലാ അധികാരവും കൊണ്ട് ഭരണത്തലവനാണ്, സ്റ്റേറ്റിലെ സൈനിക തലവനാണ്, എല്ലാത്തിലും ഒപ്പിടേണ്ട ആളാണ്. ഇതൊക്കെ പറഞ്ഞാലും ഈ ഗവർണർക്ക് എന്ന് വരെയാണോ പ്രസിഡൻറ്റിൻ്റെ കനിവുള്ളത് അന്ന് വരെ മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റൂ. ആ പ്രസിഡൻ്റ് ആകട്ടെ കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ അതുപോലെ പ്രവർത്തിക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ ബാധ്യസ്ഥനുമാണ്. ആ ചുറ്റുപാടിൽ എല്ലാ ഗവർണർമാരും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ തന്നിഷ്ടങ്ങൾക്ക് വിധേയമാകാൻ നിർബന്ധിതമാണെന്ന അവസ്ഥയുണ്ട് ഇവിടെ. അത് മറക്കാൻ പാടില്ല. പക്ഷേ അതിനിടയിൽ ശ്രീ വാഴക്കൻ, ഈ വിഷയത്തിൽ, ഇപ്പോഴത്തെ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയമായ ഇടപെടൽ BJP നടത്തുന്നു, അതിനുള്ള അവകാശവും ഒക്കെ അവർക്കുണ്ട് രാഷ്ട്രീയമായി. ഗവർണർമാർ ഈ വിധത്തിൽ വിമർശിക്കപ്പെടുന്നു. അതിൻ്റെ തികഞ്ഞ ലക്ഷണമാണോ ഇക്കാര്യത്തിൽ കണ്ടത് കേരളം? എനിക്ക് തോന്നുന്നത് നമ്മുടെ ജസ്റ്റിസ് സദാശിവം ഒരു സത്യസന്ധനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സത്യം മറച്ചു വയ്ക്കാതിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഇവിടെ വിളിക്കാൻ പറഞ്ഞു, അദ്ദേഹം സമ്മൺ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഡയറക്ഷൻ. അതനുസരിച്ച് അദ്ദേഹം ചെയ്തു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഉപദേശിക്കുകയല്ല ചെയ്ത്, അദ്ദേഹം ഡയറക്ഷൻ കൊടുത്തു. പിറ്റേന്ന് രാവിലെ RSS നേതൃത്വവുമായി മുഖ്യമന്ത്രി സംസാരിച്ച് പ്രശ്നം സെറ്റിൽ ചെയ്തിരിക്കണം. മിനിറ്റുകൾക്കകം സെറ്റിൽ ചെയ്തില്ല. അതല്ലെങ്കിൽ അത്രമാത്രം ഇരുന്ന് സംസാരിക്കേണ്ട വലിയ ഒരു സാഹചര്യമൊന്നും അന്നില്ലായിരുന്നല്ലോ. അത്ര വലിയ സാഹചര്യമല്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് RSSുമായി രാവിലെ തന്നെ സംസാരിച്ചു. മാധ്യമങ്ങൾ അവിടെ വരാതിരിക്കാൻ ശ്രമിക്കുന്നു, രഹസ്യ സംഭാഷണം നടക്കുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങളിലേക്ക് പോയില്ലേ. അപ്പോൾ വളരെ കൃത്യമായ ഒരു ഡയറക്ഷനാണ് അദ്ദേഹം കൊടുത്തത്. അത് പൊളിറ്റിക്കലായി അത് BJPയുടെ കേന്ദ്ര നേതൃത്വമോ അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഡയറക്ഷൻ പ്രകാരം ചെയ്തിരിക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പിറ്റേന്ന് CPMൻ്റെ സംസ്ഥാന സമിതി കൂടിയപ്പോൾ ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവർണർ വിളിച്ചതിനെയും മുഖ്യമന്ത്രി പോയതിനെയും ന്യായീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ ജാള്യത വന്നപ്പോൾ അത് മറയ്ക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൊതുവിലയിരുത്തൽ ഗവർണർ വിളിച്ചതിലും പോയതിലും തെറ്റില്ല എന്ന ഒരു നിലപാടായിരുന്നു. എന്നാൽ സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം ഉയരുകയും സംസ്ഥാന സമിതി ചേരുന്ന ദിവസം ദേശാഭിമാനിയിൽ സംസ്ഥാന സെക്രട്ടറി ആ ട്വീറ്റ് ചെയ്ത നടപടിയെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. തുടർന്ന് അത് വിശദീകരിക്കുകയും ചെയ്യുന്ന നിലയിൽ അക്കാര്യത്തിലൊരു നിലപാട് മാറ്റം CPMന് സംഭവിക്കുകയും ചെയ്തു. CPIയും പിന്നാലെ ഗവർണറുടെ ആ നടപടിയെ വിമർശിച്ചു. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. CPIM നേതാവ് ശ്രീ KN ബാലഗോപാൽ കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ KN ബാലഗോപാൽ, ഒരു കാര്യമൊന്ന് ഓർമ്മിപ്പിക്കാം. ഈ ബംഗാളിലെ നോർത്ത് 24 ഫർഗാനസിലെ വർഗീയ സംഘർഷങ്ങളുടെ സമയത്ത് ബംഗാൾ ഗവർണറായ കേസരിനാഥ് ത്രിപാഠി മമതാ ബാനർജിയെ ഫോണിൽ വിളിച്ചു. അതിനുശേഷം മമതാ ബാനർജി പറഞ്ഞത് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട,
ഫോണിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അതോടുകൂടി അതവിടെ അവസാനിച്ചു. ഞാനൊന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ ഭരണഘടനാപരമായി അനുചിതമായ ഒരു കാര്യത്തിന് വഴങ്ങിക്കൊടുത്തതുകൊണ്ടല്ലേ ഇത്ര വലിയ ഒരു അപമാനത്തിന് സമാനമായ ഒരു സമീപനം ഗവർണറിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നത്? അതുതന്നെ ആദ്യം തിരിച്ചറിഞ്ഞ് ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? പിന്നെ ട്വീറ്റ് മാത്രം മോശമായിപ്പോയി എന്ന നിലയിലേക്ക് എങ്ങനെയാണ് CPM രാഷ്ട്രീയമായൊരു വിശകലനത്തിലേക്കും വിലയിരുത്തലിലേക്കും മാത്രം ഒതുങ്ങുന്നത്? ഇക്കാര്യം പലതരത്തിലുള്ള സംഭവങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടായ സംഗതി, നമ്മുടെ ഗവർണർ നമ്മുടെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സൗഹാർദ്ദപൂർവ്വം സംസാരിക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഗവർണർ വിളിച്ചാൽ അങ്ങനെയൊന്നുമല്ല ഗവർണർ തിരിച്ച് മനസ്സിൽ വെച്ചിരുന്നതെന്നും കൂടി മനസ്സിലായോ? അല്ല, ഗവർണർ പറഞ്ഞത് അല്ലല്ല, ഗവർണർ അങ്ങനെയല്ല. പിന്നീട് വന്ന വിവാദങ്ങളിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താ, സമണ്ട്. സമണിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശരി, കോടതി ഭാഷയിൽ സമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങളിവിടെ വരണം എന്ന് പറയുന്ന തരത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി പോവില്ല, എന്താ സംശയം? അതേസമയം നമ്മുടെ പാർലമെൻറ്റിൻ്റെയും അസംബ്ലിയുടെയും നോട്ടീസ് ഗവർണർ അയക്കുന്നതിന് സമൺ എന്നുള്ള വാക്കാണ്. സമൺ എന്ന് പറഞ്ഞിട്ടില്ല, ഗവർണർ പറയുന്നു ദാ ഇങ്ങനൊരു കാര്യം സംസാരിക്കണം, പ്രശ്നങ്ങൾ തീർക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ ഗവർണർ മര്യാദയ്ക്ക് ഇങ്ങ് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന രീതിയൊന്നും ഉണ്ടാവില്ല എന്ന് ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? അതിനകത്തൊന്നും ശ്രീ ബാലഗോപാൽ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അതിനെപ്പോലെ വിവാദമൊക്കെ അല്ല ഈ ട്വീറ്റ് വരുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമല്ലേ? ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ശ്രീ കോടിയേരി എന്ന് പറഞ്ഞ ആ ട്വീറ്റ് ജനാധിപത്യ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? സമൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അഭിമാനക്ഷതമല്ല എങ്കിൽ പിന്നെ ശ്രീ കോടിയേരി ഇന്ന് ലേഖനം എഴുതിയതിലൂടെയും വിശദീകരിച്ചതിലെയും അനൗചിത്യം, ഗവർണറുടെ അനൗചിത്യം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഞാനത് വളരെ കൃത്യമായിട്ട് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് സമൺ എന്ന് പറയുന്നത് രണ്ട് തരത്തിലും ഉപയോഗിക്കാം. പക്ഷേ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ എന്താ, ഗവർണറെ പോലെ ഒരാൾ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒരു സൗഹാർദ്ദപരമായ ഒരു കാര്യം സംസാരിക്കാൻ വിളിക്കുമ്പോൾ ആരെങ്കിലും RSSകാരോ BJPക്കാരോ ഇങ്ങനെ തന്നെ മര്യാദ സ്നേഹത്തോടെ സംസാരിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്വീറ്റ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്താണെങ്കിൽ തെറ്റ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതേസമയം അദ്ദേഹം ഒരു പൗരനാണ്. നമ്മൾ ഗവർണർ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ആളെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. ബഹുമാനക്കുറവൊന്നുമില്ല. പരസ്പരം ഞങ്ങൾ സംസാരിച്ചു എന്ന നിലയിലൊരു മെസ്സേജ് ആയിരുന്നു കൂടുതൽ ഔചിത്യമെന്ന് തന്നെയാണ് കൂടി. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഗവർണർ ആ കൂടിക്കാഴ്ചയിൽ ശ്രീ KN ബാലഗോപാൽ, ഗവർണർ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മനസ്സിൽ കരുതി വെച്ചത് അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വന്നത് മുഖ്യമന്ത്രിയോ സർക്കാരോ കരുതിയ മേൽ അത്രമേൽ നിഷ്കളങ്കമായിരുന്നില്ല എന്ന് ഇപ്പോൾ പറയേണ്ടി വരുന്നുണ്ടോ? ഇപ്പോൾ വിലയിരുത്തുന്നുണ്ടോ CPM? ഇപ്പോഴും അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. ഇതുവരെ ഗവർണറിൽ നിന്നുണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് CPM അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം കോടിയേരി പറഞ്ഞതുപോലെ ആ സമൺ എന്നുള്ള വാക്ക് ആ ട്വീറ്റിനകത്ത് ഉപയോഗിക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായമാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. സൗഹാർദ്ദപരമായി തന്നെയാണ് മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് കൂടി ആയതുകൊണ്ട് മുഖ്യമന്ത്രി അതേക്കുറിച്ച് ഒരു നിലപാടെടുക്കുമോ? കാരണം പാർട്ടി ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ പരസ്യമായി. അല്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏത് സമയത്തും പറയുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ള തരത്തിലേക്ക് വന്നിട്ടില്ല. നേരത്തെ ഇതേ ഗവർണറെ പറ്റി വളരെ മോശമായിട്ട് കേരളത്തിലെ ഒരു BJPയുടെ നേതാവ്, സംസ്ഥാന നേതാവ്, അഖിലേന്ത്യാ നേതാവ് വളരെ മോശമായി പറഞ്ഞത് നമുക്കറിയാം, 1-2 നേതാക്കന്മാർ. ഇവിടെ അങ്ങനെ പറയണ്ട. അപ്പോൾ അങ്ങനെ ഒരാൾ മര്യാദയ്ക്ക് സംസാരിച്ചു, സ്നേഹപൂർവ്വം കാര്യങ്ങൾ സംസാരിച്ചു, ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ നോക്കി എന്ന തരത്തിൽ ഞങ്ങൾ കണ്ടേക്കുമ്പോൾ ഇല്ലാതെന്തെങ്കിലും പറയുന്ന സ്വഭാവം CPMനില്ല. അതേസമയം ഇന്ന് RSSൻ്റെ ചീഫ് പറഞ്ഞിട്ടുണ്ട്, ഡെപ്യൂട്ടി നേതാവ് RSSൻ്റെ ഡൽഹിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ പ്രസിഡന്റ് ഇടപെടണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞാൽ അത്തരം രാഷ്ട്രീയ കാര്യങ്ങളെ നല്ല തൻ്റെടത്തോടു കൂടി നേരിടാൻ ഞങ്ങൾക്ക് അറിയുന്ന പാർട്ടിയാണ്. ഞാൻ എല്ലാവരിലേക്കും വരാം. ഒരു കാര്യം കൂടി, ഇങ്ങനെ ഇതൊന്നും ഒന്ന് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന വിധത്തിൽ എന്തുകൊണ്ട് രാഷ്ട്രീയമായി കാണാതെ പോകുന്നു? കാരണം ഗവർണർ വിളിക്കുന്നു, അതിൽ സതുദ്ദേശം കണ്ട് മുഖ്യമന്ത്രി പോകുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. തൊട്ടുപിന്നാലെ താങ്കൾ പറഞ്ഞ പോലെ ദിവസങ്ങൾ കഴിയുമ്പോൾ RSS കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന നിലയിൽ അഭിപ്രായം പറയുന്ന നിലയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കാനം പറഞ്ഞത് വളരെ ശരിയാണ്. ഗവർണർ വിളിച്ചപ്പോൾ അനുസരണയുള്ള കുട്ടിയെ പോലെയാണ് മുഖ്യമന്ത്രി പോയതെന്ന് പറയുന്നതിൽ ഒരു വലിയ ചിത്രമുണ്ട് മലയാളിക്ക് മുമ്പിൽ. ശ്രീ കാനം പറഞ്ഞത് KN ബാലഗോപാൽ, ഈ
പിന്നെ കാനം പറഞ്ഞതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് ഗവർണറുടെ കാര്യത്തിനകത്ത് ഏറ്റവും ആദ്യം ഗവർണർ പദവിയെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് CPM. ഗവർണർ പദവി, അതുപോലെ കേന്ദ്രത്തിലെ ഒരു സെക്രട്ടറിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഗവർണർ എന്ന് പറയുന്ന പദവിയെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് വേറെ കാര്യം. ഇവിടെ കേരളത്തിൽ എന്താ ക്രമസമാധാന നിലയെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട ഒരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ക്രിമിനലുകൾ തമ്മിലുണ്ടാവുന്ന സംഘടനം, ക്രിമിനലുകൾ തമ്മിൽ മാഫിയ സംഘങ്ങളെ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവരെ രാഷ്ട്രീയമായിട്ട് ചിത്രീകരിക്കാൻ RSSും BJP ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അക്കാര്യങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാനും ജനങ്ങളുടെ മുമ്പിൽ, കേരളത്തിലെ ജനങ്ങളെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെ നേതാവാണ് രമേശ് ചെന്നിത്തലയും അതുപോലെയുള്ള നേതാക്കന്മാരും MM ഹസനുമാണ് CPMൻ്റെ നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലുള്ള ആളുകൾ പറയുന്നു. RSS നേതാക്കന്മാരോട് അവരെ അല്ല ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവർക്ക് സമാധാനം ആവശ്യമുണ്ട്. ഞാനൊന്ന് വരാം. ആദ്യത്തെ സെഷനിൽ താങ്കൾ ഇല്ലാതിരുന്നുകൊണ്ടാണ് ഇത്രയും CPMൻ്റെ നിലപാട് വിശദീകരിക്കേണ്ടി വന്നത്. വാഴക്കിന് മനസ്സിലായത് എന്താണ്? ശ്രീ ജോസഫ് വാഴക്കൻ, ബാലഗോപാൽ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഈ നിലപാടുകൾക്ക് ശേഷം. വാഴക്കിന് മനസ്സിലായത് എന്താണ്? അല്ല, പിന്നെ ബാലഗോപാൽ ഇപ്പോൾ പറഞ്ഞത് ഈ സമ്മൺ എന്ന് പറഞ്ഞാൽ കോടതി ഭാഷ വേറെയാണ്, പിന്നെ പാർലമെൻറ്റിലും അസംബ്ലിയിലും വേറൊരു ഭാഷയാണ്. പാർലമെൻറ്റിലൊക്കെ സമ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചു വരുത്തുക എന്നുള്ളതല്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ വിശദീകരണം. പിന്നീട് പിന്നെ പാർട്ടി സെക്രട്ടറി ഇതിനെതിരെ ശക്തമായി നിലപാടെടുത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീട് ഓർത്തപ്പോഴാണ് അദ്ദേഹം വീണ്ടും ആ രീതിയിലേക്ക് മാറിയത്. ഇതൊന്നുമല്ല, ഞാൻ നേരത്തെ സംസാരിച്ചത് തന്നെയാണ്. ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. വലിയ ധീരനായ പോരാളി എന്നുള്ള നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന, പിന്നെ BJPക്കെതിരെ പിന്നെ രാജ്യത്ത് ഏറ്റവും വലിയ സമരം നയിക്കുന്ന ആളെ എന്ന് പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എന്തുകൊണ്ട് ഗവർണറുടെ ഈ രാഷ്ട്രീയ നീക്കത്തിനെതിരെ ഒരു വാക്കുപോലും പറയാൻ ഇതുവരെ പിന്നെ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഗൗരവമായൊരു കാര്യമാണ്, അപമാനകരമാണ്, യാതൊരു സംശയവുമില്ല. അദ്ദേഹം അഭിപ്രായം പറയേണ്ടതായിരുന്നു. നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അതുപോലെ അന്തസ്സായിട്ട് നട്ടെല്ല് നിവർത്തി നിന്ന് വർത്തമാനം പറയേണ്ടതായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ ഭയപ്പെടുന്നു. അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരായിട്ട് സംസാരിക്കില്ല. നരേന്ദ്രമോദിക്കെതിരെ എപ്പോൾ കണ്ടിട്ട് വന്നാലും നരേന്ദ്രമോദി പറയുന്നത് ഏറ്റു പറയുന്നതല്ലാതെ ഇന്ന് വരെ എതിരായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിന് സ്ഥാനം വികസനത്തിന്റെ കാര്യത്തിലാണ് ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു കൺഫ്രണ്ടേഷൻ ഇല്ലാതെ പോകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ നോട്ട് നിരോധനം പോലെയുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ദളിത് പ്രശ്നങ്ങൾ, സംഘപരിവാറിന്റെ ആക്രമണം ഏറ്റവും അധികം നേരിട്ട് രാജ്യത്ത് ഒരു ബദലായി രാഷ്ട്രീയ നേതാവായി പിണറായി വിജയൻ സഞ്ചരിച്ചതൊക്കെ ശ്രീ വാഴക്കൻ വേഗം മറന്നോ? ഞാൻ മറന്നിട്ടുള്ളതല്ല. ഇപ്പോൾ ഈ RSS ആണെങ്കിലും ഇപ്പോൾ ഇന്ന് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെ ഇപ്പം BJP ഇപ്പോൾ കേരളത്തിലെ CPM നേതൃത്വം അതിനെ കാണുന്നത്. കാരണം ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുക, കേരള സമൂഹത്തിൽ ഡിവിഷൻ ഉണ്ടാക്കുന്ന രണ്ടു കൂട്ടരുടെ ആവശ്യമാണ്. ഇവിടെ കുന്തൻ ചന്ദ്രാവത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു RSS നേതാവ് എവിടെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് അത് വെച്ച് ആഘോഷിക്കുകയായിരുന്നു. അതൊക്കെ ഏതോ വിവരക്കേടുള്ള ഏതോ RSSകാരൻ എവിടെ നിന്ന് പറയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ RSSൻ്റെ ഒരു നേതാവ് ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയപ്പോഴേക്കും അത് ആഹ്ലാദമാണ്. ഈ സംസ്ഥാനത്ത് ഈ പിരിച്ചുവിടലൊന്നും നടക്കില്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ നടക്കുന്നത് എന്താ? ഈ സംസ്ഥാനത്ത് ഈ BJPയിലെയും അതുപോലെ തന്നെ CPMൻ്റെയും വളരെ ചെറിയ ക്രിമിനൽ സംഘമാണ്. ഇതൊന്നും പാർട്ടിക്കാരേ അല്ല, ഇവർ പോറ്റി വളർത്തുന്ന ക്രിമിനൽ സംഘം. ഈ സംഘത്തിനെ ഇവര് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. രാജേഷ് ഇപ്പോൾ വാഴക്കൻ പറഞ്ഞത് ഈ സർക്കാരിനെ പിരിച്ചുവിടുക എന്നത് നടക്കാൻ പോകുന്ന കാര്യമേ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഗൗരവമായി അത് ആലോചിക്കണം എന്ന് RSS പറയുന്നത്? ഗവർണർ തന്നെ വളരെ മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്കപ്പ് ഉണ്ടാകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തി ഗവർണർ ഇടപെട്ടത് അതുകൊണ്ടാണ് എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ RSS അത്തരമൊരു നിലപാട് പരസ്യമായി എടുക്കുന്നു. ഇത് വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് കാണാനാകില്ല. പക്ഷേ വാഴക്കനടക്കമുള്ളവർ വിശ്വസിക്കുന്നത് ഇതൊക്കെ വെറും പൊട്ടാസാണ്, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിന് RSS അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു? അല്ല, ഇപ്പോഴും സംസ്ഥാന മന്ത്രിസഭയെ പിരിച്ചുവിടുന്ന തരത്തിലുള്ള ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ
സഹസർക്കാരിയാവ് ദത്താത്രേയജി പറഞ്ഞ അഭിപ്രായവും ഗവർണർ സ്വീകരിച്ച നിലപാടും രണ്ടായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാനത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകുമോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്ക അത് ഷെയർ ചെയ്യുകയായിരുന്നു ചെയ്തത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ വാങ്ങുകയായിരുന്നു. അതാണ് നേരത്തെ രാജേഷ്. പക്ഷേ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ RSSന്റെ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് ബലം പകരുന്ന ഭരണഘടനാപരമായ പ്രവർത്തനം ഗവർണർ ചെയ്തു. അങ്ങനെയാണ് ഇതിന്റെ ബന്ധത്തെ കാണേണ്ടത്. ഗവർണർ ഇടപെടുന്നു, തൊട്ടു പിന്നാലെ RSS ഈ നിലപാട് പരസ്യമാക്കുന്നു. അല്ല, അങ്ങനെയല്ല കാണേണ്ടത്. സംസ്ഥാന തലസ്ഥാനത്ത് 3-4 ദിവസങ്ങളായി രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന അക്രമങ്ങൾ നടക്കുന്നു. ഗവൺമെന്റിനും പോലീസിനും അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ജനപ്രതിനിധികളുടെ വീട് ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ തലസ്ഥാനത്ത് യാതൊരു ക്രമസമാധാന പ്രശ്നവുമില്ലാതിരുന്ന ശാന്തമായിരുന്ന ഒരു പട്ടികജാതി കോളനിയിൽ വൈകുന്നേരം നല്ല രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി വന്ന് ഒരു കോൺസ്പിറസിയുടെ ഔട്ട്കം ആയിട്ട് ഒരു കൊലപാതകം നടക്കുന്നു. അല്ല, ഗവർണർക്ക് ഇത് നടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഗവർണർക്ക് ആശങ്കയുണ്ടാകും. കേന്ദ്രം റിപ്പോർട്ട് തേടുന്നു. ഗവർണർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. RSS സ്വീകരിച്ച നിലപാട് മറ്റൊരു തരത്തിലാണ് കാണേണ്ടത്. ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടന 25 ഉണ്ടായതിനു ശേഷം ഈ നാട്ടിൽ നടക്കുന്ന സകല ചലനങ്ങളെക്കുറിച്ചും അവരുടേതായ അഭിപ്രായം പങ്കുവയ്ക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകരിൽ നിന്നും പൊതുപ്രവർത്തകരിൽ നിന്നും കിട്ടുന്ന വിവരം വെച്ചുകൊണ്ട് RSS അതിൻ്റെതായ അഭിപ്രായം പങ്കുവച്ചു. ഇത് ശ്രീ ബിനോയ് വിശ്വം, ഈ വാദത്തോട് താങ്കൾ എത്രമാത്രം യോജിക്കും? ഇതൊന്നും കൂട്ടിക്കുഴച്ച് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതില്ല. മറ്റൊന്ന്, ഗവർണറെ സമീപിക്കുന്ന കാര്യത്തിൽ ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ കോൺഗ്രസും ഈ BJPയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? അധികാരത്തിൻ്റെ വലിയൊരു കാലത്ത് യഥാർത്ഥത്തിൽ കോൺഗ്രസും ഈ ഗവർണർമാരെ പല രൂപത്തിൽ സംസ്ഥാനങ്ങളിൽ ഇടപെടുന്നതിന് ഉപയോഗിച്ചിട്ടില്ലേ, കേരളമടക്കം? അതിൻ്റെ അതേ പാതയിൽ തന്നെയാണോ BJPയും, അതേ ശീലമാണോ BJPയും ആവർത്തിക്കാൻ ശ്രമിക്കുന്നത്? പക്ഷേ രാജേഷ് സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇതൊന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. യോജിക്കുന്നുണ്ടോ? ഇത് പഴയ കഥയിലേക്ക് പോകേണ്ട സമയമല്ല. പഴയ കഥയിലേക്ക് പോയാൽ 356ൻ്റെ വാൾ ആദ്യമായി ചുഴറ്റി വീശിയത് കോൺഗ്രസ്സാണ്. ഇവിടുത്തെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്, തലകൊയ്യാൻ വേണ്ടിയാണ് ആ വാളന്ന് വീശിയത്. പിന്നീട് ആ പാതകം ഒരു ശീലമാക്കി മാറ്റി കോൺഗ്രസ്. അതൊന്നും പക്ഷേ ഇപ്പോൾ പറയേണ്ട സമയമല്ല, നമുക്ക് പറയാൻ നേരവുമില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. രാജേഷിൻ്റെ വാദം എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. അതാണ് RSS. രാജേഷിൻ്റെ വാദം എന്ന് പറയുന്നത് ഒരേ സംഭവത്തെപ്പറ്റി RSSൻ്റെ തന്നെ പല ആളുകളും പല വ്യാഖ്യാനം പറയണം. അതിന് ബഹുഭാഷൻ എന്ന് പറയും. ബഹുഭാഷൻ, ഒരേ കാര്യം അതിനെപ്പറ്റി ഒരു കേന്ദ്രം അങ്ങനെ പറയുന്നു, വേറൊരു കേന്ദ്രം ഇങ്ങനെ പറയുന്നു, വേറൊരു കേന്ദ്രം ഇങ്ങനെ പറയുന്നു. എല്ലാ പറച്ചിലും കൂടെ ചേർന്നിട്ട് ഒരു നിലപാടുണ്ട് RSSന്. ഇവിടെ RSSൻ്റെ അണികളിൽപ്പെട്ട എല്ലാവരും ഊറ്റം കൊള്ളുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു, ആഭ്യന്തരമന്ത്രി പറയുന്നു, രാജേഷ് പറയുന്നു, പ്രസിഡന്റ് പറയുന്നു, അയാമെ സ്വയം സേവക്കെന്ന്. സ്വയം സേവകരാണ് തങ്ങളെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ഒരു ഗവൺമെൻറ് രാജ്യം ഭരിക്കുമ്പോൾ അതിൻ്റെ വ്യക്താക്കൾ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും രാജേഷ് പറയുന്നു നിങ്ങളതൊന്നും മെയിൻ ചെയ്യേണ്ടെന്ന്. RSS അങ്ങനെ പലതും പറയും, അതൊന്നും മെയിൻ ചെയ്യേണ്ടെന്ന്. അതൊക്കെ ഈ ബഹുഭാഷൻ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധ മാറ്റിക്കൊണ്ടുപോകാനുള്ള ഫാസിസ്റ്റ് ശൈലിയുടെ ഒരു ഇനിയൊന്ന് ലളിതമാക്കിയാൽ ഒറ്റ ചോദ്യം RSSന്റെ ഇന്നത്തെ ഈ നിലപാടിന്, ബിനോയ് വിശ്വം, RSSന്റെ ഇന്നത്തെ ഈ പരസ്യ നിലപാടിന് ഊർജം പകർന്നത്, ബലം പകർന്നത് ഗവർണറുടെ വിളിച്ചുവരുത്തലും അതിനുശേഷം അദ്ദേഹം നടത്തിയ ആ ട്വീറ്റുമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? അല്ല, അതൊക്കെ തന്നെ ബന്ധമുണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ട് കാണാൻ പറ്റില്ല. ഈ രാജേഷ് പറയും പോലെ RSSന്റെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറയാനൊന്നും ഞാനില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ മർമ്മം കാണുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ആ രാഷ്ട്രീയത്തിനെ കാണാതിരിക്കാൻ രാജേഷിന് ബോധ്യമാണ്. RSSന്റെ പരിധിക്ക് പുറത്തൊരു BJP ഇല്ല. രാജേഷ്, ബോധ്യം മറച്ചു വെച്ചാണ് രാജേഷ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഒരു ചെറിയ മറുപടി ഉണ്ടെങ്കിൽ വേഗത്തിൽ രാജേഷ്. ബിനോയ് വിശ്വം അത് തുറന്നു കാട്ടുന്നു. താങ്കളുടെ ബോധ്യം ഒന്ന്, പറയുന്നത് മറ്റൊന്ന്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞതിൽ ഞാൻ RSSന്റെ ആരോ എന്തോ പറഞ്ഞതല്ല പറയാം, സഹസർക്കാരിവാദം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി അല്ല ശരത്ത്, ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിലയിരുത്തൽ പറയുന്നു, RSS ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ നിലപാട് പറയുന്നു. ഇനി കഴിഞ്ഞില്ല,
ഇനി ഞായറാഴ്ച അരുൺ ജെയ്റ്റ്ലി വരാൻ പോവുകയാ. മീനാക്ഷി ലേഖി പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എല്ലാവരും വ്യത്യസ്ത ആംഗിളിൽ നിന്നുകൊണ്ട് എത്തുന്ന ഒരു വിലയിരുത്തൽ കേരളത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നു എന്നുള്ള വിലയിരുത്തല എല്ലാവരും എത്തുന്നത്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. രാജേഷ് അത്രയും സമ്മതിക്കുന്നുണ്ടോ? ബിജെപിയുടെ RSSന്റെ അവിടെയാണ് ഞങ്ങൾ അതാണ് ബിനോയ് അവിടെയാണ് വ്യത്യസ്ത ആംഗിളുകളിൽ നിന്നും കോണുകളിൽ നിന്നും വീക്ഷിക്കുമ്പോൾ വന്നെത്തുന്നത് സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം. അതാണ് അതിലേക്ക് ഭരണഘടനാ സ്ഥാപനം, സാംസ്കാരിക സംഘടന, രാഷ്ട്രീയ സംഘടന, സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ, ഇവിടെയാണ് ശ്രീ കെ എൻ ബാലഗോപാൽ. അതാണ് ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത്. ശ്രീ കെ എൻ ബാലഗോപാൽ ഇതിനെയൊക്കെ രാജേഷ് പറഞ്ഞു വന്നത് വളരെ വ്യക്തമായി. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇതിനെ ഇങ്ങനെ വേർതിരിച്ച് കണ്ടതിലെ ഒരു രാഷ്ട്രീയ പിശക് CPM-ന് ഉണ്ടായി എന്ന് പിന്നാലെ സമ്മതിക്കേണ്ടി വരുമോ? ഗവർണറിനെ കാണുന്നു, അതൊക്കെ വളരെ സൗഹാർദ്ദത്തിൻ്റെതായ തലത്തിൽ കാണുന്നു. അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ഭരണഘടനാപരമായ ഔചിത്യമില്ലായ്മയും ഒക്കെ മാറ്റിവെക്കുന്നു. നേരത്തെ വാഴക്കൻ പറഞ്ഞ പോലെ ആരെയൊക്കെയോ ഭയന്ന് ഇക്കാര്യങ്ങളിൽ ഭരിക്കുന്നുവെന്ന് വലിയ വിമർശനം ഉന്നയിക്കാൻ കഴിയുന്ന സാഹചര്യം. ഇപ്പോൾ നോക്കൂ, ഗവർണർ പറഞ്ഞതിന് പിന്നാലെ RSS പരസ്യമായി സർക്കാരിനെ പിരിച്ചുവിടണം എന്ന് പറയുന്നു. തീർച്ചയായും ധൈര്യമുണ്ടെങ്കിൽ പിരിച്ചുവിടുമെന്നൊക്കെ CPM-ന് പറയാം. പക്ഷേ ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ തീർന്നില്ല. ഞായറാഴ്ച അരുൺ ജെയ്റ്റ്ലി വരാൻ പോകുന്നു, പാർലമെന്റിൽ മീനാക്ഷി ലേഖി ഇത് പറയാൻ പോകുന്നു. അങ്ങനെ സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ട്, സർക്കാർ സ്പോൺസേഡ് ഭീകരത, കൊലപാതകങ്ങൾ നടക്കുന്നു എന്നൊരു വലിയ പ്രചരണത്തിലേക്ക് അവർ കാര്യങ്ങളെ എത്തിക്കുമ്പോൾ അതിനെ അതേ നിലയിൽ വിലയിരുത്തുന്നതിൽ CPM-ന് പിശക് സംഭവിക്കുന്നുണ്ടോ? അതിന് ഗവർണറുടെ ഇഷ്യൂ ഒരു അബദ്ധമായി മാറുന്നുണ്ടോ? ഇതിനകത്ത് ഇത് വിലയിരുത്തലിനൊന്നും യാതൊരു തർക്കവും ഇല്ല, സംശയവുമില്ല. ഗവർണറുമായിട്ട് പോയി സംസാരിച്ചു, കണ്ടു എന്ന് പറഞ്ഞതിനകത്ത് ഈ വിലയിരുത്തലിന്റെ ഭാഗമായി തന്നെ അത് വളരെ നല്ല കാര്യമാണെന്ന് തന്നെ ആയിരിക്കും. അല്ലാതെ മോശം ഇത്രയേറെ കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ ഒരു പുനരാലോചന അത് വേണ്ടിയിരുന്നില്ല എന്നൊരു പുനരാലോചനയ്ക്കുള്ള രാഷ്ട്രീയം ഒരുങ്ങുന്നുണ്ടോ കേരളത്തിൽ? ഇതിനകത്ത് വെളിപ്പെട്ടത് എന്താണ് വെളിപ്പെട്ടത്? കേട്ടില്ലേ RSSന്റെ നിലപാട്, അരുൺ ജെയ്റ്റ്ലിയുടെ വരവ്, പാർലമെന്റിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്, ഗവർണറുടെ ഇടപെടൽ പോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്കപ്പ് സംസ്ഥാനത്ത്, സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന നിലയിൽ ഒരു കൃത്യം പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലാണ് അവർ നിൽക്കുന്നത്. അത് വേർതിരിച്ച് കാണാവുന്നതല്ല. ശരത്തെ, അതിനകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം. നേരത്തെയുള്ള BJP ഗവൺമെൻറ് അല്ല ഇപ്പോഴത്തെ BJP ഗവൺമെൻറ്. BJPക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ട്, വാജ്പേയി ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഇല്ല. വാജ്പേയി ഇപ്പോൾ സ്വന്തമായി അവർക്ക് പ്രസിഡന്റ് ഉണ്ട്. അതുകൊണ്ട് വളരെ അപകടകരമായിരിക്കും. ജുഡീഷ്യറി ഉൾപ്പെടെ അവരെങ്ങനെയാണ് ബന്ധപ്പെടുത്തി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ പാർലമെൻറ്റ്, ജുഡീഷ്യറി, മറ്റ് എക്സിക്യൂട്ടീവ് സ്ഥാപനങ്ങൾ എല്ലാവരുടെ കയ്യിൽ. അതുകൊണ്ട് നമ്മളൊക്കെ ഇനി ഇവരെ വാഴക്കൻ പറഞ്ഞുകൊണ്ട് ഇവർ പിരിച്ചുവിടാൻ തയ്യാറാവത്തില്ല, പിരിച്ചുവിടും. അതൊക്കെ രാഷ്ട്രീയമായി വളരെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരുമെന്നുള്ളത് കണ്ടുകൊണ്ട് അപ്പോഴും ഈ ഗവർണർ എപ്പിസോഡിൽ പറ്റിയതൊരു അമളിയാണ്, ഒരു പിഴവാണെന്ന് CPM സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. ശരത്ത് 10 പ്രാവശ്യം പറഞ്ഞാലും അതിനകത്ത് തെറ്റുപറ്റിയെന്ന് തോന്നിയാലല്ലാതെ തെറ്റുപറ്റിയെന്ന് ഞങ്ങൾ സമ്മതിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഗവർണറെ വെച്ചുകൊണ്ട് തന്നെ നാളെ ഒരു പക്ഷേ അവർ റിപ്പോർട്ട് മേടിക്കുമായിരിക്കും. ബിനോയ് വിശ്വം, ഇത്രയേറെ കാര്യങ്ങൾ മുമ്പിലേക്ക് വരുമ്പോൾ ബഹുഭാഷൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു താങ്കൾ വിശേഷിപ്പിച്ചത്, ബഹുഭാഷന്റെ രാഷ്ട്രീയം പറഞ്ഞ ബിനോയ് വിശ്വം, CPM ഇപ്പോഴും പറയുന്നു അതിലൊരു തെറ്റ് ഇല്ല. വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അതിലൊരു രാഷ്ട്രീയമായ തെറ്റ് ബിനോയ് വിശ്വം കാണുന്നുണ്ടോ? കുറച്ചുകൂടി ആലോചനയോടുകൂടി ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ആ കൂടിക്കാഴ്ചയെ കുറിച്ച് ആലോചിക്കുമ്പോൾ? എന്തെല്ലാം വാദിക്കാനും സ്ഥാപിക്കാനും ശ്രമിച്ചാലും ഒരു CPI CPM തർക്കത്തിന് വിഷയമാക്കി ഇതിനെ മാറ്റാൻ ഞങ്ങളില്ല. CPI CPM തർക്കമല്ല മുഖ്യമായ കാര്യം RSS ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കലാണ്, ജനാധിപത്യ മൂല്യങ്ങളെ കാക്കലാണ്. അപ്പോൾ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ത്? സർക്കാരിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം കരുതലോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക എന്നതാവണമോ ഇത്തരം കാര്യങ്ങളിൽ? ശ്രീ ബിനോയ് വിശ്വം, കേരളത്തിലെ ഗവൺമെന്റിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ ഗവൺമെന്റാണ് ഇന്ത്യക്ക് മുഴുവനും ഇടതുപക്ഷത്തിന്റെ മാർഗത്തിലൂടെ വഴി കാണിക്കേണ്ട ഗവൺമെന്റ്. അങ്ങനെയാണെങ്കിൽ ശ്രീ ബിനോയ് വിശ്വം, ഒരു കാര്യം കൂടി, ലളിതമായ കാര്യമാണ്, അതിനകത്ത് ഒരുപാട് ഗൗരവപ്പെട്ട രാഷ്ട്രീയവും നിങ്ങളെ തമ്മിൽ തർക്കിച്ച് പിരിക്കാനും ഒന്നും വേണ്ടിയല്ല. ഇങ്ങനെ ഒരു ആവശ്യം ഗവർണർ ഉന്നയിക്കുമ്പോൾ
അതേക്കുറിച്ച് ഒരു കൃത്യമായ ആലോചനയോടുകൂടി മതിയായിരുന്നു ആ കൂടിക്കാഴ്ച എന്ന് പറയാൻ തോന്നുന്നുണ്ടോ? ഇത്രയും ഗൗരവപ്പെട്ട രാഷ്ട്രീയം വിശകലനം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ശ്രീ ബിനോയ് വിശ്വം കുറച്ചുകൂടി ആലോചന നടത്താമായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് എന്നുണ്ടോ? എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ഗവർണറുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് കുറച്ചുകൂടി ഗൗരവമായ കൂടിയാലോചനകളാകാമായിരുന്നു, എന്നിട്ട് മതിയായിരുന്നു, തിടുക്കത്തിലൊരു കൂടിക്കാഴ്ച വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ബിനോയ് വിശ്വത്തിന്? അല്ല, നമ്മുടെ പ്രശ്നം ഗവർണറുടെ സമൺ എന്ന പ്രശ്നമാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചത് ഇതാണല്ലോ. സർവാധികാരത്തിന്റെ രാഷ്ട്രീയം മാത്രം അറിയാവുന്ന RSSന്റെയും BJPയുടെയും ഒരു നിയന്ത്രണത്തിലുള്ള ഭരണത്തിന്റെ ഗവർണർ പറയുകയാണ് മുഖ്യമന്ത്രി ഷുഡ് ബി സമൺഡ് എന്ന് പറയുന്നു. ആ മനോഭാവം തെറ്റാണ്. സർ, ഞാൻ ചോദിച്ചതാണ് അതിന് ആധാരമായത് ആ കൂടിക്കാഴ്ചയാണ് എങ്കിൽ ആ കൂടിക്കാഴ്ച നമ്മുടെ പോയിന്റിലേക്ക് താങ്കൾക്ക് എന്ത് അഭിപ്രായവും പറയാം, അതിലൊന്നും ഒരു തടസ്സവുമില്ല. ഞാൻ ചോദിച്ചത് അതിന് ആധാരമായത് ആ കൂടിക്കാഴ്ചയാണ്. പ്ലീസ്, ആ കൂടിക്കാഴ്ച കുറച്ചുകൂടി രാഷ്ട്രീയമായി ആലോചിച്ച് മാത്രം നടത്തിയാൽ മതിയായിരുന്നു എന്ന് ശ്രീ ബിനോയ് വിശ്വം കരുതുന്നുണ്ടോ? അല്ല, ഇവിടെ സംശയമൊന്നും വേണ്ട. ഇന്നത്തെ കാലഘട്ടത്തെ രാഷ്ട്രീയം നോക്കുമ്പം ഗവർണർ പദവിയെ, അതല്ലെങ്കിൽ തന്നെ കേന്ദ്രത്തിൻ്റെ ഏജൻസി പണി ചെയ്യുന്ന ഗവർണർ എന്ന സ്ഥാപനത്തെ ഇനിയും സങ്കുചിതമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുകയാണ് BJP. അത് വ്യക്തമാക്കപ്പെടുകയാണ് ഇപ്പോൾ വീണ്ടും. ഇതൊരു പാഠമാണോ ശ്രീ വാഴക്കൻ? നമുക്ക് സമയം അവസാനിക്കുന്നു. ഈ വാക്ക് ഉപയോഗിച്ചത് ഇത് ഈ സർക്കാരിനൊരു പാഠമാണോ? പ്രതിപക്ഷം എന്ത് പറയുന്നു? അല്ല, ഈ സർക്കാരിന് പിന്നെ ഈ ആശയപരമായിട്ട് വേണം BJP അല്ല RSS ആരെയും നേരിടാൻ വേണ്ടി. അതിനുവേണ്ടി ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴികളാണ് ഇപ്പം CPM തേടിക്കൊണ്ടിരിക്കുന്നത്. അത് എങ്ങും എത്തില്ല. CPM ഇപ്പം ഞാൻ പറയാം, കേരളത്തിലെ കലാലയങ്ങൾ ഒരു ചെറിയ ഉദാഹരണം. ഒരു കലാലയത്തിൽ പോലും CPMുമായി ബന്ധപ്പെട്ട SFI എന്ന പ്രസ്ഥാനം മറ്റൊരു പ്രസ്ഥാനത്തെ പ്രവർത്തിക്കാൻ അതിലേക്കൊന്നും പോകാൻ നമ്മുടെ സമയം ഈ സർക്കാരിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ. വഴക്കിന് ഒരൊറ്റ വാചകം. അതുകൊണ്ട് തിരുവനന്തപുരത്തുണ്ടായ കലാപം പോലെ അവിടെ തുടങ്ങിയതാണ്. സമ്മതിച്ചു. ഞാൻ അതിന്റെ തർക്കത്തിലേക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. സർക്കാർ പഠിക്കേണ്ട പാഠമുണ്ടെങ്കിൽ എന്താണ്? സർക്കാർ പഠിക്കേണ്ട കാര്യങ്ങൾ ഈ BJPയും കേന്ദ്ര നേതൃത്വവും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ തയ്യാറാക്കുന്ന വെട്ടിൽ പോയി വീഴാതിരിക്കാൻ അവധാനതയോടെ കാര്യങ്ങൾ ചെയ്യണം. രാജേഷ്, അതായത് നേരത്തെ 1 by 1 ആയി വളരെ സ്ട്രാറ്റജിക്കായി തന്ത്രപരമായി ഒരു രാഷ്ട്രീയം, BJPയുടേതായ രാഷ്ട്രീയം വളരെ കൃത്യമായ ലൈനിൽ കേരളത്തിൽ മുന്നോട്ട് പോകുന്നു എന്നൊരു വിലയിരുത്തലാണോ പാർട്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്, നിങ്ങളുടെ പാർട്ടിയും RSSും നടത്തുന്നത്? ഞങ്ങൾ വളരെ വ്യക്തമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. അതിൽ ഈ അക്രമം എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി സെറ്റ് ചെയ്യുന്ന അജണ്ടയിൽ ഞങ്ങൾക്ക് ചില സമയത്ത് പ്രതിരോധിക്കേണ്ടി വരുന്നത് മാത്രമാണ്. അജണ്ടയിൽ നിന്ന് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അല്ല എങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പരമാവധി മുന്നോട്ട് പോകും. ഞാനിവിടെ ശ്രീ ബിനോയ് വിശ്വം CPMനെ അപമാനിക്കുവാൻ വേണ്ടി ബോധപൂർവമാണ് സമൺ എന്ന വാക്കിന് ഒരു അച്ചടക്കത്തിൻ്റെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത്. എനിക്കെൻ്റെ ഒരു സുഹൃത്തിനെ ഐ ക്യാൻ സമൺ മൈ ഫ്രണ്ട് ഓൾസോ, എനിക്കെൻ്റെ ഒരു സുഹൃത്തിനെ തന്നെ സമൺ ചെയ്ത് വിളിക്കാം. ഏതൊരു ഡിക്ഷണറിയില്ല സമൺ എന്നുള്ള വാക്കിന് ഭീഷണിയുടെ ശബ്ദം കിടക്കുന്നത്. ഗവർണർ ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ഭരണഘടന നൽകുന്ന അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിനെ ബാലഗോപാൽ, പക്ഷേ കേരള രാഷ്ട്രീയം വളരെ ഗൗരവതരമായ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നൊരു വിലയിരുത്തൽ CPM ഇതിനോടൊപ്പം നടത്തുന്നുണ്ടോ? രാജേഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ, ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ, സർക്കാർ പഠിക്കേണ്ട പാഠത്തെക്കുറിച്ച് വാഴക്കൻ പറഞ്ഞതും ഒക്കെ വെച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. വളരെ ചുരുക്കി. വളരെ ഗൗരവതരമായ ഒരു സ്ഥിതി തന്നെയാണ് കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും കടന്നു പോകുന്നത്. BJPയെ സംബന്ധിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ, ത്രിപുരയിലും കേരളത്തിലുമാണ് ഇടതുപക്ഷ ഗവൺമെന്റുകളുള്ളത്. കേരളം ത്രിപുര ചെറിയ സംസ്ഥാനമാണ്. അപ്പോൾ ആക്രമിച്ച് താഴെയിടാനുള്ള എല്ലാ ശ്രമമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് യാതൊരു ആശങ്ക അവർക്കില്ല. കാരണം അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്യേണ്ട ആളുകളെ ഊരിപ്പാതാരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കർണാടകത്തിൽ താമസിച്ചിരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് ചെന്നോളും. CPMും ഇടതുപക്ഷമാണ് അവർക്ക് ആകെ തലവേദന ഉണ്ടാക്കുന്നത്. ഇടതുപക്ഷത്തിനെ തകർക്കാൻ എന്ത് ചെയ്യും? ഏതായാലും അത്തരം വിശാലമായ ഒരു രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോകാൻ നിങ്ങളുടെ
ഔദാര്യത്തിൽ വേണ്ട വാഴക്കൻ, നിങ്ങളുടെ ഔദാര്യത്തിൽ മത്സരിക്കേണ്ട. നോമിനേഷൻ കൊടുക്കാൻ അറിയാം, ബംഗാളിൽ നോമിനേഷൻ കൊടുക്കാൻ അറിയത്തില്ല. രാജ്യസഭയിലെ കാര്യം രണ്ടു കൂട്ടരും പരസ്പരം പറയരുത് പ്ലീസ്. അത് രണ്ടു കൂട്ടർക്കും ഹാനികരമായ ഒരു അവസ്ഥ കൂടിയാണ്, ബംഗാളിലായാലും ഗുജറാത്തിലായാലും. ഞാൻ ഏതായാലും ആ വിഷയങ്ങളിലേക്ക് ഒന്നും ഇപ്പോൾ പോകുന്നില്ല. വളരെയധികം നന്ദി ശ്രീ KN ബാലഗോപാൽ, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ VV രാജേഷ്, ഒപ്പം തന്നെ ശ്രീ ബിനോയ് വിശ്വം സഹകരിച്ചതിന് പ്രൈം ഡിബേറ്റുമായി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.